സിലു ടോക്സ് വ്ലോഗുമായി സജീവമാണ് സൽഹ. തന്റെ ജീവിതവിശേഷങ്ങളെല്ലാം അവർ വീഡിയോയിലൂടെയായി പങ്കുവയ്ക്കാറുണ്ട്. 17-ാം വയസ്സിലായിരുന്നു സൽഹ വിവാഹിതയായത്. പഠിച്ച് ജോലി നേടണമെന്നൊക്കെയായിരുന്നു ആഗ്രഹിച്ചതെങ്കിലും അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് പഠനം തുടങ്ങിയെങ്കിലും വീട്ടുകാർ അറിഞ്ഞതോടെ പ്രശ്നങ്ങളായിരുന്നു. യൂട്യൂബ് നോക്കി പഠിച്ചായിരുന്നു സൽഹ വീഡിയോ ചെയ്തു തുടങ്ങിയത്. മോണിറ്റൈസേഷൻ ആയതോടെയായിരുന്നു വരുമാനം ലഭിച്ചു തുടങ്ങിയത്. ഒന്നിനു പിന്നാലെ ഒന്നായി 4 ചാനലുകളായിരുന്നു സൽഹ തുടങ്ങിയത്. വ്യത്യസ്തമായ കണ്ടന്റുകളുമായി ചാനലുകളെല്ലാം ആക്റ്റീവാണ്. ഭർത്താവിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് സൽഹ ഇപ്പോൾ. സന്തോഷത്തോടെയൊന്നുമല്ല ഇതേക്കുറിച്ച് പറയുന്നത്. ഭർത്താവ് എവിടെ? ആളെ ഒളിപ്പിച്ചു വെച്ച് റീച്ചിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണോ? ആള് വേറെ പെണ്ണ് കെട്ടിയോ? അങ്ങനെ കുറച്ച് ചോദ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 2006-ലായിരുന്നു ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. അന്ന് എനിക്ക് 17 വയസ്സും 3 മാസവുമായിരുന്നു. 20 വർഷമാവുന്നു ഇപ്പോൾ. ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ്. ഞാനും എന്റെ 5 മക്കളും സെപ്പറേറ്റഡ് ആയാണ് താമസിക്കുന്നത് എന്നത് പുറം ലോകത്തെ അറിയിക്കേണ്ടെന്ന് കരുതിയാണ് പറയാതിരുന്നത്. തനിച്ചാണ് താമസം എന്ന് വീഡിയോയിലൂടെ പറയേണ്ടെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. കുറുവാ സംഘമൊക്കെയുള്ള കാലമല്ലേ, എന്നെയും മക്കളെയും തലക്കടിച്ചു കൊന്നാലോ എന്നൊക്കെയുള്ള ഭയമുണ്ട്. എന്തുകൊണ്ട് വേർപിരിഞ്ഞു? ആരാണ് തെറ്റുകാർ? അങ്ങനെ കുറെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും ആളുകൾക്ക്. ശരിക്കും കുറെ വീഡിയോ ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്. എനിക്ക് അതിന് താല്പര്യമുണ്ടായിരുന്നില്ല. അതൊഴിവാക്കാനാണ് ശ്രമിച്ചത്. അതേക്കുറിച്ച് പറഞ്ഞ് പൈസയുണ്ടാക്കാൻ താല്പര്യമില്ല. ഞങ്ങൾ വീട് മാറി. നിരന്തരം ചോദ്യങ്ങൾ വന്നതിനാൽ എനിക്ക് ഇതൊക്കെ ഇവിടെ പറയേണ്ടി വന്നു. എല്ലാം മനസ്സിലൊതുക്കി മുന്നോട്ട് പോവാനുള്ള ശ്രമത്തിലായിരുന്നു. കണ്ടന്റിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ കേൾക്കുന്നുണ്ട്. 10-15 വർഷമായി പ്രശ്നങ്ങളിലായിരുന്നു. അങ്ങേയറ്റം പിടിച്ചു നിന്നിരുന്നു. എല്ലാം കൈവിട്ടു പോവുമെന്ന അവസ്ഥ വന്നപ്പോഴാണ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തത്. എന്റെ അധ്വാനം മുഴുവനും ഇട്ട ആ വീട്ടിൽ നിന്നും ഞാൻ ഇറങ്ങി. മക്കളുടെ വാപ്പയെ കുറ്റം പറയാൻ ആർക്കും അർഹതയില്ല. ഞാനാണ് കൂടെ ജീവിച്ചത്. ഈ പറയുന്ന ആൾക്കാരൊന്നും കൂടെ ജീവിക്കുകയോ അദ്ദേഹവുമായി ഇടപഴകുകയോ ചെയ്തിട്ടില്ല. എന്റെ ക്യാരക്ടറും ആളുടെ ക്യാരക്ടറും തികച്ചും വ്യത്യസ്തമായിരുന്നു. അത് വെച്ച് പോകുന്നതിനിടയിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് ജീവിക്കാൻ ധൈര്യമില്ലായിരുന്നു. എപ്പോഴും സപ്പോർട്ട് സിസ്റ്റം വേണമായിരുന്നു. മക്കളെയും കൊണ്ട് എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുമെന്നോർത്തായിരുന്നു പേടി. ഒന്നും ഒറ്റയ്ക്ക് ചെയ്ത് പരിചയമില്ലായിരുന്നു. ഒരു വഴിയുമില്ലാതെ വന്നതോടെയാണ് ഈ തീരുമാനമെടുത്തത്. ഈ പ്രശ്നങ്ങളും എന്റെ കരച്ചിലും മക്കളും കാണുന്നുണ്ടായിരുന്നു. അവർക്ക് നോർമലായൊരു ലൈഫ് കൊടുക്കണമായിരുന്നു. ഉപ്പയില്ലാതെയോ ഉമ്മയില്ലാതെയോ അവരെ വളർത്താൻ എനിക്ക് ആഗ്രഹമില്ല. അയാളെ ഒറ്റപ്പെടുത്താതിരിക്കാനായി മക്കളെ അവിടെ വിട്ട് പോരണമായിരുന്നു. അങ്ങനെ വന്നിരുന്നുവെങ്കിൽ മക്കളെപ്പോലും നോക്കാതെ ഇറങ്ങിപ്പോയി എന്ന് പറയും. അവർക്ക് ബുദ്ധിമുട്ടാവണ്ട എന്നു കരുതിയാണ് ഞാനും മക്കളും അവിടെ നിന്നും ഇറങ്ങിയത്. അവിടെ നിന്നും ഇറങ്ങേണ്ടി വരുമെന്ന് കരുതി ഒരു വാടക വീട് നോക്കി വെച്ചിരുന്നു. എന്തോ ദൈവാനുഗ്രഹം ലീസ് പോലെയൊരു വീട് കിട്ടി. അവർക്ക് ഇനിയും പൈസ കൊടുക്കാനുണ്ട്. ഒരു വർഷത്തിനുള്ളിൽ മുഴുവൻ പൈസയും കൊടുത്ത് രജിസ്റ്റർ ചെയ്യുന്നത് പോലെയാണ് കാര്യങ്ങൾ. യൂട്യൂബും ഇൻസ്റ്റഗ്രാമുമാണ് എന്റെ പ്രധാന വരുമാന മാർഗം. പിന്നെ മറ്റു ചില ബിസിനസ്സുകൾ ഉണ്ട്. യൂട്യൂബിൽ നിന്നും കിട്ടുന്ന പൈസയെ ഞാൻ ഗതികെട്ട പൈസ എന്നാണ് പറയുന്നത്. അത്രയും മോശമായ കമന്റുകളാണ് വരുന്നത് എന്നും സൽഹ പറയുന്നു.